ഹായ് ഹലോ എവരി വൺ വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കാലം പറഞ്ഞ കഥ എന്ന സിനിമയിലൂടെ നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്ന അറുമുഖൻ ചേട്ടനാണ്. അറുമുഖൻ ആലപ്പുഴ. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ. അപ്പൊ കാലം പറഞ്ഞ കഥ എന്ന് പറഞ്ഞ സിനിമ 6th February റിലീസിന് റെഡി ആയിട്ടേക്കുവാണ്. അപ്പൊ ഈ സിനിമയിൽ എന്ത് കഥാപാത്രമായിട്ടാണ് എത്തുന്നത്? ഞാന് ഒരു ഗുണ്ട സെറ്റപ്പാണ്. ഗുണ്ട സെറ്റ്. ഒരു വടിവാൾ സുകുമാരൻ എന്ന് പറഞ്ഞൊരു ഗുണ്ടയെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടാണ് ഞാൻ ഇതിനകത്തുള്ളത്. എന്റെ ഒരു ശിഷ്യനുണ്ട്, അതാണ് കോബ്ര രാജേഷ്. കുറെ ശിഷ്യന്മാരും ആശാനും തമ്മിലുള്ള സംഭവം. ഒരു ഗുണ്ട സെറ്റപ്പ്, ആശാൻ ശിഷ്യൻ തമ്മിൽ. അപ്പൊ എന്താ ക്യാരക്ടറിന്റെ പേരും? അവരുടെ പേര് അറുമുഖൻ. അറുമുഖൻ ഗുണ്ട. അപ്പൊ തന്നെ ഒരു വെയിറ്റ്. എങ്ങനെ ഇപ്പൊ കാണുമ്പോ ഭയങ്കര ലോലനായിട്ടുള്ള ഡാള പോലെ ഉണ്ട്. സിനിമയിൽ എങ്ങനെയാണ്? സിനിമയിൽ ഇച്ചിരി ഞാൻ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ദൗത്യം കോമഡി ആണെങ്കിൽ പോലും അതിനകത്ത് അവിടെ ചെന്നപ്പോ എല്ലാം ഞങ്ങള് സീരിയസ് ആയി. ഞങ്ങള് ചെയ്യുന്നത് പിന്നെ കോമഡി ആകാന്നുള്ള സംഭവമാണ്. അപ്പൊ നമ്മളെപ്പോ ഉള്ളവർ ചെയ്യുമ്പോ അതൊരു കോമഡി ആകും. അതാണ് ഞങ്ങള് ചെയ്യുന്നതെല്ലാം ഭയങ്കര ഇടിയും ഇടിയൊക്കെയാണ്. പക്ഷെ കാണുന്ന പ്രേക്ഷകര് അതിലൊരു കോമഡി സെൻസ് എടുക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ കാലം പറഞ്ഞ കഥ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പോസ്റ്ററും കഥയുടെ ഒരു ഇതൊക്കെ കേൾക്കുമ്പോ ഒരു ഭയങ്കര സോഷ്യലി റെലവന്റ് ഒരു സബ്ജക്റ്റ് ആണ്. റിയാലിറ്റി ഷോ അതാണ്, റിയൽ സ്റ്റോറി. അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? റിയാലിറ്റി സ്റ്റോറി അത് അന്നത്തെ ഒരു ഭയങ്കര ഒരു ട്രെൻഡ് സ്റ്റോറി തന്നെയായിരുന്നു. കാരണം എല്ലാവരുടെ മനസ്സിലും വളരെ ആഴ്ന്നിറങ്ങിയ ഒരു ഇതാണ്. കാരണം ഇതൊക്കെ നടക്കും, ഒരു ഇത്ര മണിക്കൂറിനുള്ളിൽ ഒരാൾ ചെയ്യുന്നു, അതിന് എന്തായിരിക്കും അങ്ങനെ എന്നൊക്കെ അവരുടെ ആ ബന്ധങ്ങളുടെ മാനസികാവസ്ഥ, ആ ജനങ്ങളുടെ മാനസികാവസ്ഥ, അത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ മാനസികാവസ്ഥ എല്ലാത്തിനെയും പിടിച്ചൊലച്ചൊരു സ്റ്റോറിയാണ്. അപ്പൊ ആ ഒരു സ്റ്റോറി ഇവർ സിനിമയാക്കി എന്ന് അറിഞ്ഞപ്പോ തന്നെ നമുക്ക് അതില് ഒരു ഭയങ്കര പ്രത്യേകത തോന്നിയായിരുന്നു. അപ്പം ഞാൻ കഥയൊന്നും കേട്ടിട്ടില്ല. ഞാൻ അദ്ദേഹം അഭിനയിക്കാൻ വിളിച്ചു ചെന്നു. അവിടെ വന്നിട്ടാണ് പിന്നീടാണ് അറിയുന്നത്. ഗുണ്ടയാന്ന് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും ഞാനൊരു ഗുണ്ടയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുട്ടിയും കോലും എന്ന് പറഞ്ഞ പക്രുബാനത്ത് അല്ലാനായിട്ട് വരുന്നൊരു ഗുണ്ട, തവക്കള ഷാജി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സീരിയസ് ആയിട്ടുള്ള ഗുണ്ട, അത് സീരിയസ് ഗുണ്ട തന്നെയാണ്. അപ്പൊ ഇപ്പം ഗുണ്ട എന്ന് പറയുമ്പോ നമുക്കൊരു ഭയങ്കര ദേഷ്യം കാണിക്കണം, അല്ലെങ്കിൽ വയലൻസ് ഒക്കെ കാണിക്കണം. അപ്പൊ എങ്ങനെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോ തോന്നാറുണ്ട് എന്നെ കൊണ്ട് പറ്റും, ഗുണ്ടൊക്കെ സെറ്റ് ആവോന്ന്? അത് ഈ വേറൊരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗുണ്ട സെറ്റപ്പ് സംഭവം ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം എന്നെ തേടി അത് തന്നെ വരുന്നത്. കാരണം നമുക്കൊരു നായക കഥാപാത്രമാണെങ്കിൽ അധികം ഫേസ് എക്സ്പ്രഷൻസ് അത്രയില്ല. ഗുണ്ട സെറ്റപ്പ് ആണെങ്കിൽ ഒരു ഇങ്ങനെയൊക്കെ ആളല്ലേ എങ്ങനെ ഗുണ്ടയാവുന്നേ? ഇപ്പൊ നേരം നമ്മൾ സംസാരിച്ച മൊത്തത്തോ ചിരി മാറുന്നില്ല. അങ്ങനത്തെ ആള് ഗുണ്ടാവുന്ന എനിക്ക് ആലോചിക്കുമ്പോ അത് ചിലപ്പോ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നതായിരിക്കും. സിനിമ കരിയറിലേക്ക് നമ്മുടെ ജോലി ആയിക്കൊണ്ട് ആ സമയത്ത് നമ്മൾ പിന്നെ വേറൊരാളാണ്. അതെ, നമ്മള് അഭിനയിക്കുന്ന ഒരു ഷോട്ടിൽ മാത്രമേ ഉള്ളൂ, അത്രയാണ്. പിന്നെ വേറൊരാളാണ്.